കടമെടുപ്പിൽ കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്നത് കടുത്ത വിവേചനം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സർക്കാരുകൾക്ക് കടപ്പത്രത്തിലൂടെ 12,000 കോടി വീതം സമാഹരിക്കാൻ അനുമതി. ഇന്നലെ കടപ്പത്രത്തിലൂടെ ഉത്തർപ്രദേശ് 8,000 കോടിയും മഹാരാഷ്ട്ര 6,000 കോടിയും സമാഹരിച്ചിരുന്നു. വിഷ്ണു തലവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നടപടി തുടരുമ്പോഴാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക കടപ്പത്രത്തിലൂടെ കടമെടുക്കാനുള്ള അനുമതി നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ട് 50,206 കോടി രൂപ കടപ്പത്രത്തിലൂടെ കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും വീണ്ടും ഇത്തരത്തിൽ കടമെടുക്കാനുള്ള അനുമതി ഇപ്പോൾ RBI നൽകിയിരിക്കുന്നത്. നാളെ ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും 12,000 കോടി വീതം കടമെടുക്കാം, അതായത് കടപ്പത്രത്തിലൂടെ കടമെടുക്കാം എന്നതാണ് ഇപ്പോൾ RBI അറിയിച്ചിരിക്കുന്നത്. അതായത് രണ്ട് സംസ്ഥാനങ്ങളുടെ നാളെ സമാഹരിക്കാൻ പോകുന്നത് 24,000 കോടി രൂപയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരാഴ്ചക്കിടയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്രത്തോളം വലിയ ഒരു തുക സമാഹരിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം 8,000 കോടി രൂപയാണ് സമാഹരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് 12,000 കോടിക്ക് കൂടി അനുമതി നൽകിയിരിക്കുന്നത്. അങ്ങനെ 20,000 കോടിയാണ് ഉത്തർപ്രദേശ് കടപ്പത്രത്തിലൂടെ കടമെടുക്കുന്നത്. മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം 6,000 കോടിയാണ് സമാഹരിച്ചത്. ഇതിന് പിന്നാലെയാണ് 12,000 കോടി സമാഹരിക്കാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. അങ്ങനെ മഹാരാഷ്ട്രയ്ക്ക് 18,000 കോടിയും ലഭിക്കും. പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇത്തരമൊരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. തികച്ചും വിവേചനപരമായിട്ടുള്ള സമീപനം മാത്രമാണ് കേരളത്തിൻ്റെ അടക്കം കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് അർഹതപ്പെട്ട പണം അത് നൽകാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയ സാഹചര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് കേരളം മാത്രമാണ് ഇത്തരത്തിൽ കടമെടുക്കാൻ അനുമതി ചോദിക്കുന്ന ഒരു സംസ്ഥാനം. കേരളം ഇത്തരത്തിൽ കടമെടുക്കുന്നത് രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു വശത്ത് പറയുന്ന കേന്ദ്ര സർക്കാരാണ് മറുവശത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് 20 കോടിയോളം രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു തലവൂർ.